ബാറ്റും ബോളും കൊണ്ട് മൈതാനത്ത് ഇന്ദ്രജാലമൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ 30 പെൺകുട്ടികൾ. മുൻപ് ഇടുക്കിയിൽ തൊടുപുഴയിൽ മാത്രമായിരുന്നു ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലനം. എന്നാൽ ദൂരെ കൂടുതലായതിനാൽ ഹൈറേഞ്ചിൽ നിന്നും പ്രതിഭകൾ എത്താതെ വന്നതോടെ 4 കേന്ദ്രങ്ങളിൽ കൂടി പരിശീലനം ആരംഭിച്ചു. ഇതിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് കല്ലാറിലാണ്. ശരിക്കും ഞങ്ങളുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കോച്ചായിട്ടുള്ള ശ്രീ സനോൺ സാറ് മലയോര മേഖല ഹൈറേഞ്ചിലേക്ക് ക്രിക്കറ്റ് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെൻറ്ററുകളായിട്ട് കല്ലാർ സ്കൂളും അതുപോലെ NRCT സ്കൂളും വണ്ടിപ്പെരിയാറും ഒക്കെ തിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഇവിടെ സെലക്ഷൻ ട്രയൽസ് വെച്ചപ്പം അസാധാരണമായിട്ട് ഒരു 10-20 പെൺകുട്ടികൾ കടന്നു വരികയുണ്ടായി. ആ കുട്ടികൾക്ക് റെഗുലറായിട്ട് കോച്ചിങ് കൊടുത്തപ്പം അവരെല്ലാവരും എല്ലാ ദിവസവും കൃത്യമായിട്ട് കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഹൈറേഞ്ചിലെ കുട്ടികൾക്ക് വളരെ പൊട്ടൻഷ്യലും സ്റ്റാമിനയുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ടാണ് നമ്മളിതിന് പുറകിലേക്ക് വന്നത്. പിന്നെ വുമൺസ് ക്രിക്കറ്റിന് ഇപ്പോൾ വളരെ സാധ്യതയാണ്. നമ്മുടെ കുട്ടികൾ കേരള ടീമിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഡിസ്ട്രിക്ട് കളിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ കുട്ടികളാണ് ഡിസ്ട്രിക്റ്റിൽ കളിക്കുന്നത്. സ്കൂളിൽ ക്രിക്കറ്റ് പരിശീലനം ആരംഭിച്ചപ്പോൾ വെറുതെ കൗതുകത്തിന് പേര് നൽകി കളത്തിലിറങ്ങിയ എൽന മറിയ ജോൺസൺ ഇന്ന് സംസ്ഥാന താരം. എനിക്ക് സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ ഒരു ക്യാമ്പിനെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് രാവിലെയും വൈകിട്ടും കോച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. കോച്ച് അവിടെ നിന്ന് വന്ന് ഇവിടെ സ്കൂളിലെ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഒരു 6 മണി തൊട്ട് 8:30-9 മണിയൊക്കെ വരെ. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറണം. 10 മണിയൊക്കെ ആകുമ്പോൾ 9ാം ക്ലാസ് വെച്ച് ആയിരുന്നു. 10-ലെത്തിയപ്പോഴത്തേനും ആണെങ്കിൽ പിന്നെ 8:30 ആകുമ്പോൾ ക്ലാസ്സിൽ കയറണം. അപ്പോൾ 8:30 ആകുമ്പം പ്രാക്ടീസൊക്കെ നിർത്തിയിട്ട് ക്ലാസ്സിൽ പോകും. പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് ക്ലാസ് കഴിയുന്ന 5 മണി ഒക്കെ ആകുമ്പോഴാണ്. 10ാം ക്ലാസ് ആയതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 5 മണിയാകുമ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറി ഇവിടെ വരും. എന്നിട്ട് പിന്നെ ഒരു 6-6:30 വരെ. അപ്പോഴത്തേനും കുറേ കുട്ടികളൊക്കെ പോവും. പിന്നെ ഞാനും കുറച്ച് പിള്ളേരൊക്കെ കാണുള്ളൂ. അപ്പം ഞങ്ങൾ 6:30 വരെ പ്രാക്ടീസ് ചെയ്തിട്ട് വീട്ടിൽ പോവും. കല്ലാർ ടീമിന്റെ നായിക ദക്ഷിണ നിരവധി എതിർപ്പുകളെ അവഗണിച്ചാണ് പരിശീലനത്തിനെത്തിയത്. ക്രിക്കറ്റിനോടുള്ള താല്പര്യം മാത്രമായിരുന്നു പ്രേരണ. സ്കൂൾസ് ഉള്ള ദിവസം 9:30 വരെ ആയിരിക്കും. അപ്പം അവർക്ക് ജൂനിയേഴ്സിന് മാച്ചസ് കൊടുക്കും. ഞങ്ങൾക്ക് നെറ്റ്സ് ആയിരിക്കും. സീനിയേഴ്സ് പിള്ളേർക്ക് നെറ്റ്സ് ആയിരിക്കും. ബോയ്സും ഗേൾസും കൂടെ ആയിരിക്കും നെറ്റ്സ് ചെയ്യുന്നത്. പിന്നെ വിക്കറ്റ് കീപ്പേഴ്സിനെ മാറ്റും. അവർ മാച്ചസ് ഇല്ലെങ്കിൽ അവർക്ക് അവർക്കായിട്ടുള്ള ഡ്രിൽസ് കൊടുക്കും. ബോളേഴ്സിന് കുറേ പേര് നെറ്റ്സ് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവരവരുടെ ഡ്രിൽസ് ചെയ്യാനായിട്ട് കൊടുക്കും. സംസ്ഥാന ജില്ലാ ടീമുകളിൽ ഇടം നേടിയ നിരവധി താരങ്ങൾ കല്ലാറിൽ പരിശീലനം നേടുന്നുണ്ട്. ഓരോരുത്തരുടെയും കഴിവുകൾ പ്രത്യേകം നിരീക്ഷിച്ചാണ് പരിശീലനം. ഹൈറേഞ്ചിൽ നിന്ന് രാജ്യത്തിനു വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ പാടുകെട്ടാനുള്ള സ്വപ്നത്തിലേക്കാണ് ഈ മിടുക്കികളുടെ യാത്ര. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.